അപ്പം ഇന്ന് എൻ്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിവിടെ നിന്ന് എവിടെ പോകാൻ പോവാണ്? അമ്പലത്തിൽ പോകാൻ പോവാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ആരാണെന്ന് ക്യാമറയിലോട്ട് എത്തി നോക്കുന്നത് എൻ്റെ അനിയത്തിയാണ്. ഇത് പേര് പറയൂ. ധനലക്ഷ്മി. അവൾക്ക് ഭയങ്കര നാണമാണ്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് എൻ്റെ രണ്ടാമത്തെ അനിയത്തി. ആരാണ്? ശ്രീലക്ഷ്മി. ഹായ് പറ കുഞ്ഞമ്മ. ഹായ്. ഇവ ഹായ് പറ. ഹായ് പറഞ്ഞല്ലേ. ഇത് കൂടെ മുന്നോട്ട് വയ്ക്കാം. ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് ഗായ്സ്. കാരണമെന്ന് വെച്ചാൽ ലൈറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ലൈറ്റിൻ്റെ പ്രശ്നമുള്ള. ചിരിക്കടി. അപ്പം നമ്മളിന്ന് പോകുന്നത് നമ്മളെവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലോട്ടാണ്. ചിറവൂർ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. എനിക്ക് ക്യാമറ ഇതാണേ, ഇതാണ് ക്യാമറ. അത് ഞാൻ കട്ട് ചെയ്തോളാം. ഇതാണ് ക്യാമറ കേട്ടാ. അങ്ങനെ നോക്കി എൻ്റെ കണ്ണ് തോന്നുന്നു. എന്നാലേ നിങ്ങളെ ഫേസ് കിട്ടത്തുള്ളൂ, മനസ്സിലായി. അപ്പം നമ്മളിന്ന് പോകുന്നത് നമ്മുടെ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് നടന്നു പോകാമെന്ന് വിചാരിച്ച്. ഞാൻ കുറച്ച് നാളിന് ശേഷം വീട്ടിലോട്ട് വന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകാമെന്ന് വെച്ചതാണ്. അപ്പം നമ്മൾ 3 പേരും ഉണ്ട്, പിന്നെ ബേക്കിന്ന് അമ്മയൊക്കെ ഉണ്ട്. അവർക്ക് ഇങ്ങനെ ക്യാമറയുടെ മുമ്പ് വരാൻ കുറച്ച് ഷൈയാണ് ഗൈസ്, അതുകൊണ്ടാണ് അവരങ്ങനെ വരാത്തത്. അപ്പം നമ്മൾ നടന്നാണ് പോകുന്നത്. നല്ല ക്ലാരിറ്റി ഇല്ലല്ലേ? ക്ലാരിറ്റി ഇല്ലാത്തത് വെട്ടമില്ലാത്തത് കൊണ്ടാണ്. വെട്ടമില്ലാത്തതെന്ന് വെച്ചാൽ ട്രൈപോഡിൽ കൊണ്ട് പോകുമ്പോൾ വീട്ടിലുള്ളതുപോലെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ്. സൗണ്ടിൻ്റെ പ്രശ്നം കാണും ഗൈസ്, അത് നിങ്ങളൊന്ന് ക്ഷമിച്ചു. നമ്മൾ വെട്ടമില്ലാത്ത റോഡിൽ കൂടെ നടന്നുകൊണ്ട് പോകാം. ഇപ്പം ഇരുട്ടും ഗൈസ്, ഇരുട്ടി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാഷ് ഇടേണ്ടി വരുമെന്നല്ല, നമുക്കിത് വെട്ടം കിട്ടത്തില്ല. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേരും സാരി ഉടുത്തുകൊണ്ട് ആദ്യമായിട്ടാണ് അമ്പലത്തിൽ പോകണം. ഇവള് ധാവണിയാണ് ഉടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല. സാരി ചവിട്ടിയിട്ടാണ് നടക്കുന്നത്. അത് ഇതിലൊരു വണ്ടി പോയത്. ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഈ ട്രൈപോഡൊന്നും എടുത്ത് വീഡിയോ ആരും ചെയ്യത്തില്ല ഗൈസ്. വീഡിയോ ചെയ്ത ഉടനെ പിന്നെ നടക്കുന്നത് വേറെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒളിച്ചൊളിച്ചാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ബാക്ക് ക്യാമറ വെച്ച് കാണിച്ചു തരാം. എൻ്റെ ബാക്ക് ക്യാമറ ഇവിടെ നിന്ന് വെട്ടമില്ല ഗൈസ്, കണ്ടില്ലേ? ഞാനിവിടെ കറുത്തിരിക്കുന്നുണ്ട്. നോർമലി ഞങ്ങൾ ഇതിൻ്റെ ഒന്നും കളറുണ്ട്, പക്ഷേ വെട്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കറുത്ത്. അത് രണ്ട് പിള്ളേർ വീഴാൻ പോകും. സൈക്കിൾ പഠിക്കുന്നതാണ് ഗൈസ്, അത് വീണിരിക്കുകയാണ്. നമ്മൾ വെട്ടമില്ലാത്ത റോഡിൽ കൂടെ നടന്നുകൊണ്ട് പോകാം. ഇപ്പം ഇരുട്ടും ഗൈസ്, ഇരുട്ടി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാഷ് ഇടേണ്ടി വരുമെന്നല്ല, നമുക്കിത് വെട്ടം കിട്ടത്തില്ല. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേരും സാരി ഉടുത്തുകൊണ്ട് ആദ്യമായിട്ടാണ് അമ്പലത്തിൽ പോകണം. ഇവള് ധാവണിയാണ് ഉടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ സാരി ചവിട്ടിയും തെളിച്ചൊക്കെ ചോദിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞങ്ങൾ സാരി ചവിട്ടിയിട്ടാണ് നടക്കുന്നത്. അത് ഇതിലൊരു വണ്ടി പോയത്. ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഈ ട്രൈപോഡൊന്നും എടുത്ത് വീഡിയോ ആരും ചെയ്യത്തില്ല ഗൈസ്. വീഡിയോ ചെയ്ത ഉടനെ പിന്നെ നടക്കുന്നത് വേറെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒളിച്ചൊളിച്ചാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ബാക്ക് ക്യാമറ വെച്ച് കാണിച്ചു തരാം. എൻ്റെ ബാക്ക് ക്യാമറ രാത്രിയായി ഗൈസ്, അതുകൊണ്ട് വീഡിയോ ഒന്നും നേരെ കിട്ടത്തില്ല. ഇച്ചിരി കൂടെ നേരത്തെ ഇറങ്ങാനായിരുന്നു ലേഡി. ഞാൻ വന്ന് വീട്ടിലോട്ട് ഇരുന്ന് സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണ് ഗൈസ് ലേറ്റായി. സാരിയൊക്കെ ഉടുത്തിറങ്ങി. ഇപ്പം എന്തായാലും സാരി റോട്ടി വീഴാറായി. സാരി ഒഴിഞ്ഞു പോവുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അമ്പലത്തിൽ എത്തി ഗൈസ്. എത്തിയെന്ന് പറഞ്ഞാൽ നല്ല ഇരുട്ടായിരുന്നു അപ്പോഴത്തേക്ക്. പിന്നെ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ നിന്നിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ അമ്പലത്തിൽ ഇന്നെന്തോ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഈ ദീപാരാധന സമയം അങ്ങനെ എന്തിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി അവിടെയൊക്കെ ഇങ്ങനെ നിന്ന് നോക്കി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു.